അഭിഷേകമന്ന എന്ന വചന സന്ദേശത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ചിന്തയ്ക്ക് ആധാരമായ ദൈവവചനം സമസ്വഭാവമുള്ള ഒരു മനുഷ്യനെ കുറിച്ച് യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായം 17-18 വചനത്തിൽ ഏലിയ നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു. മഴ പെയ്യാതിരിക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ അപേക്ഷിച്ചു. 3 വർഷവും 6 മാസവും ദേശത്ത് മഴ പെയ്തില്ല. അവൻ വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ ആകാശത്ത് നിന്ന് മഴ പെയ്തു. ഇത്രയും ദൈവപ്രവൃത്തി നടത്തിയ, ദൈവം കൂടെ ഉണ്ടായിരുന്ന ഏലിയാവ് എന്ന മനുഷ്യനെ കുറിച്ച് യാക്കോബ് ശ്ലീഹ ഇങ്ങനെയാ നമ്മോട് പറഞ്ഞത്. അവൻ നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനാണ്. ഒരു സാധാരണ മനുഷ്യനിലൂടെയും ദൈവം എത്ര വലിയ അത്ഭുതങ്ങളാണ് ചെയ്യുന്നതെന്ന് നോക്കിക്കേ. ഇസ്രായേൽ മക്കളെ നയിക്കുവാൻ ദൈവം മോശെ എന്ന ഒരു പ്രവാചകനെ വിളിച്ച് തെരഞ്ഞെടുത്തു. അവനോ വിക്കനായിരുന്നു. അവന് തടിച്ച നാവുള്ളവനായിരുന്നു. സംസാരശേഷി ഇല്ലാത്തവനായിരുന്നു. എന്നിട്ടും ദൈവം അവനെ ഉപയോഗിച്ച് ചെങ്കടലിന് വഴി തുറന്നില്ലേ? പാറയെ അടിച്ച് അതിൽ നിന്ന് വെള്ളം ഇസ്രായേൽ മക്കൾക്ക് കൊടുത്തില്ലേ? അതുപോലെ തന്നെ നമുക്കറിയാം, സൂര്യചന്ദ്രനെ നിശ്ചലമാക്കിയത് യോശുവ പ്രവാചകന്റെ പ്രാർത്ഥനയിലൂടെയാണ്. പണിയാത്ത മതിലിനെ പണി തീർത്തിയ നെഹമ്യാവിനെ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ ദൈവം അത്ഭുതം ചെയ്ത വലിയ അത്ഭുത പ്രവൃത്തികൾ പുതിയ നിയമത്തിലും നമുക്ക് കാണാൻ കഴിയും. പ്രിയമുള്ളവരെ, ഒരു വെറും നിസ്സാരരായ നമ്മളെയാണ് ദൈവം വിളിച്ചത്. ബുദ്ധിമാന്മാരെ ലജ്ജിപ്പിക്കുവാൻ വെറും ബുദ്ധിഹീനരായ, അറിവോ ജ്ഞാനമോ ഒന്നും ഇല്ലാത്ത നമ്മളെയൊക്കെ വിളിക്കുന്നത് അവന്റെ വചനത്തിന് അത്രയും ജീവനുള്ളത് കൊണ്ടാണ്. യേശുവിന്റെ നാമം പറഞ്ഞാലുണ്ടല്ലോ അവിടെ വലിയ ദൈവപ്രവൃത്തി നടത്തുമെന്നേ. നമ്മളൊന്ന് വിളിച്ചാലുണ്ടല്ലോ നമ്മുടെ കൂടെ യേശു കടന്നു വരുമെന്നേ. നമ്മളെ അത്രോളം അനുഗ്രഹിക്കാൻ കഴിയുന്ന കർത്താവാണ് നമ്മുടെ ഭവനത്തിൽ നമ്മുടെ കൂടെ നമ്മളെ അനുഗ്രഹിക്കാൻ വരുന്നത്. കണ്ടോ, 3.5 വർഷക്കാലം മഴ പെയ്യല്ലേ എന്ന് പറഞ്ഞപ്പോ ഏലിയാവിന്റെ പ്രാർത്ഥന ദൈവം കേട്ടില്ലേ? വീണ്ടും മഴ പെയ്യാൻ വേണ്ടി ഏലിയാവ് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം ഉത്തരം തന്നില്ലേ? നമുക്കൊന്ന് പ്രാർത്ഥിക്കാമോ? അനുഗ്രഹിക്കുന്ന ഒരു കർത്താവ് ഇന്ന് നമ്മുടെ കൂടെ ഉണ്ടെന്നേ. നമ്മളെ ബലപ്പെടുത്തുന്ന ഒരു ദൈവം നമ്മുടെ കൂടത്തിലുണ്ട്. നമ്മൾ ചിലപ്പോഴൊക്കെ നമ്മുടെ മക്കളെ കുറിച്ച് ഭയങ്കരമായിട്ട് അസ്വസ്ഥപ്പെടുകയല്ലേ? നമ്മൾ മക്കളെ കുറിച്ച് അസ്വസ്ഥപ്പെടരുത്. കർത്താവിന്റെ കരങ്ങളിൽ മക്കളെ കൊടുക്കണം. അവർ വിദേശ രാജ്യത്തായിരിക്കാം, അവർ നമ്മളിൽ നിന്ന് ചിലപ്പോൾ ദൂരെയായിരിക്കാം. അവരുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് ചിലപ്പോൾ നമുക്കൊരു സമാധാനവും സ്വസ്ഥതയും കിട്ടിയില്ലെന്ന് വരാം. എന്നാൽ ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിച്ചാലുണ്ടല്ലോ അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകും. ഭയങ്കര ദൈവപ്രവൃത്തി കടന്നു വരും. നമ്മളെ ആര് നോക്കും, എന്നെ ആരും നോക്കാനില്ല എന്ന് ചിലപ്പോൾ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മളെ നോക്കാൻ വേണ്ടി വേറെ ആരെയും നമ്മൾ തിരഞ്ഞെടുക്കണ്ട. നമ്മൾ യേശുവിനെ നോക്കിയാൽ മതി. ഇതുപോലെ അത്ഭുതം ചെയ്യിപ്പിക്കുന്ന, അടയാളം പ്രവർത്തിക്കുന്ന ഒരു കർത്താവ് നമ്മുടെ കൂടെയുണ്ടല്ലോ. ആ കർത്താവ് ഏലിയാവിലൂടെ പ്രവർത്തിച്ച അതേ ദൈവം, എലീശയിലൂടെ പ്രവർത്തിച്ച ദൈവം, യോശുവാവിലൂടെ പ്രവർത്തിച്ച ദൈവം, മോശയിലൂടെ പ്രവർത്തിച്ച ദൈവം, നെഹമ്യാവിലൂടെ പ്രവർത്തിച്ച ദൈവം, പത്രോസിലൂടെയും പൗലോസിലൂടെയും പ്രവർത്തിച്ച ദൈവം, നമ്മുടെ ഓരോരുത്തരിലൂടെയും പ്രവർത്തിക്കുന്ന ദൈവം ജീവിക്കുന്ന ദൈവമായതുകൊണ്ട് ആ കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കും. അവന്റെ നാമത്തെ എപ്പോഴും ഉയർത്തി സ്തോത്രത്തോടെ പ്രാർത്ഥിക്കുക. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ.